ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സക്കറിയ പ്രവചനത്തിലെ ക്രിസ്തു എന്ന വിഷയത്തിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാർദവമായി സ്വാഗതം. സക്കറിയ പ്രവചനം 1-2 അധ്യായങ്ങൾ പഠിപ്പിക്കുന്ന ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള 7 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കാൻ പ്രധാനമായും ആഗ്രഹിക്കുന്നത്. സക്കറിയ പ്രവചനം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ സക്കറിയാവിന് ദൈവം നൽകുന്ന 8 പ്രധാനപ്പെട്ട ദർശനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉടമ്പടിയുടെ ദർശനങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് പൊതുവെ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ദൈവം ഇസ്രായേലിനോട് ചെയ്ത ഉടമ്പടി, അവരുടെ പിതാക്കന്മാരോട് ദൈവ വാഗ്ദത്തം, അത് തലമുറകളിലൂടെ മാഞ്ഞുപോകാതെ നിവർത്തിക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് ഈ ഉടമ്പടിയുടെ ദർശനങ്ങൾ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്. കോരസിൻ്റെ കൽപ്പന പ്രകാരം യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കുവാൻ കടന്നു വന്ന സെരുബ്ബാബേലിൻ്റെയും യോശുവയുടെയും നേതൃത്വത്തിലുള്ള 50,000 വരുന്ന ആളുകൾ ദേവാലയം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ശത്രുവിനെ ഭയപ്പെട്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ദർശനങ്ങളിലൂടെ തൻ്റെ ജനത്തിന് ശക്തി പകരുകയാണ്. ഇന്നും പ്രതികൂലങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് തരുന്ന വിലപ്പെട്ട ദർശനങ്ങളാണ് ദൈവത്തിൻ്റെ തിരുവചനം. ആ തിരുവഴുത്തിലെ ഓരോ വാക്കുകളും വാചകങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ആഴമേറി പതിയേണ്ടവയും അത് നമ്മളെ ഉജ്ജ്വലമായ ജീവിത പന്ഥാവിലേക്ക് നയിക്കേണ്ടവയുമാണ്. ഈ 1-ാം അധ്യായത്തിലെ ദർശനം നമുക്കറിയാം. ഉടമ്പടിയുടെ ദർശനം എന്നറിയപ്പെടുന്ന 1-ാമത്തെ ദർശനം സക്കറിയാവ് കാണുന്ന 1-ാമത്തെ ദർശനമാണ് 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആ ദർശനത്തെക്കുറിച്ച് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. ദാര്യാവേശിൻ്റെ 2-ാം ആണ്ടിൽ ശബായത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി, അതായത് വേൾഡ് കലണ്ടർ അനുസരിച്ച് BC 519 ഫെബ്രുവരി മാസം 18-ാം തീയതിയാണ് ഈ 1-ാമത്തെ ദർശനം സക്കറിയാവ് കാണുന്നത്. 1-ാമത്തെ ദർശനത്തിൽ അദ്ദേഹം കാണുന്നത്, ഞാൻ രാത്രിയിൽ 8-ാം വാക്യത്തിൽ, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് ഒരു പുരുഷനെ കണ്ടു. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള 7 പ്രത്യേകതകളാണ് ഈ 2 അധ്യായങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അതിൽ 1-ാമത് അവൻ ചുവന്ന കുതിരപ്പുറത്ത് വരുന്ന പുരുഷൻ എന്നുള്ളതാണ്. സക്കറിയാവ് കാണുന്ന ഈ പുരുഷൻ ക്രിസ്തുവാണ് എന്നുള്ളതിൻ്റെ തെളിവ് മുമ്പൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ഒന്നും കൂടെ ആവർത്തിക്കുന്നു. ഇവിടെ ഈ ചുവന്ന കുതിരപ്പുറത്ത് വരുന്ന പുരുഷൻ, കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന ഈ പുരുഷൻ ആരാണെന്ന് 11-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് യഹോവയുടെ ദൂതനാണ്. 12-ാം വാക്യത്തിൽ സക്കറിയാവിന് സന്ദേശം നൽകുന്ന മറ്റൊരു ദൂതനെ നമുക്ക് കാണാം. ആ സന്ദേശവാഹകനായ ദൂതൻ ഈ യഹോവയുടെ ദൂതനെ വിളിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവേ എന്നാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ അത് വിശദീകരിക്കുന്നതാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ ചുവന്ന കുതിരപ്പുറത്ത് വന്ന പുരുഷൻ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് വ്യക്തമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. നമ്മൾ ചുവന്ന കുതിരപ്പുറത്ത് മറ്റു പല പ്രിയപ്പെട്ടവരും വന്നത് തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സക്കറിയ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ആകാശത്തിലെ 4 കാറ്റ് എന്നറിയപ്പെടുന്ന 4 ദൂതന്മാർ 4 പ്രത്യേകമായ രഥങ്ങളിൽ ലോകത്തെ ന്യായവിധിക്കാൻ വരുന്നതായിട്ട് ദൈവം അയക്കുന്നതായിട്ട് നമുക്ക് കാണാം. സക്കറിയ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ് ആ ലോകത്ത് ഇസ്രായേലിനോടും ചുറ്റുപാടുള്ള രാജ്യങ്ങളോടും ലോകത്തോടും ദൈവത്തിൻ്റെ ന്യായവിധി, ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും വ്യാപിക്കുന്ന ഒരു വലിയ ന്യായവിധി ദൈവം നടപ്പാക്കാൻ പോകുന്നുവെന്നാണ് സക്കറിയ പ്രവചനം 6-ാം അധ്യായം പഠിപ്പിക്കുന്നത്. ദൈവം എല്ലാം ക്ഷമയോടെ കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു എന്നെല്ലാവർക്കും തോന്നാം. എന്നാൽ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. ഈ ലോകത്തെ ന്യായം വിധിക്കാൻ ഒരു ദിവസത്തെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം രേഖപ്പെടുത്തുകയാണ്. അക്രമങ്ങളും അനീതികളും പെരുകുമ്പോൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെ ജനഹൃദയങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ദൈവം നിശബ്ദനായിരിക്കുന്നു എന്ന് ആളുകൾക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെയല്ല. ദൈവം പ്രതികാരത്തിൻ്റെ ദൈവമാണ്, ന്യായവിധിയുടെ ദൈവമാണ്. ഇത് കൃപായുഗമായതുകൊണ്ട് കൃപയാൽ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായി തീർന്നവർ സുരക്ഷിതരായി ഭൂമിയിലായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ദൈവം നേരിട്ട് ഇന്ന് ന്യായവിധി ഒന്നും നടപ്പാകാത്തത്. ലോകത്തിൽ നടക്കുന്ന ദുരന്തങ്ങളൊക്കെ പ്രകൃതി ദുരന്തങ്ങളാണ്. ലോകത്തിൽ മനുഷ്യനുണ്ടാകുന്ന രോഗങ്ങളൊക്കെ പ്രകൃതിയുടെ രോഗങ്ങളാണ്. അതിന് ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് നമുക്ക് പ്രത്യക്ഷമായി പറയാൻ നിർവാഹമില്ല. ദൈവത്തിൻ്റെ ന്യായവിധി ചരിത്രത്തിൽ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് ദൈവം നേരിട്ട് നടത്തുന്ന ന്യായവിധികളാണ്. അതാണ് സക്കറിയ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കാണുന്ന 4 ദൂതന്മാരെ കൊണ്ട് ലോകത്തിൽ ന്യായവിധി നടപ്പാക്കാനുണ്ട്. അതിലൊരു ദൂതൻ നമ്മൾ വായിക്കുന്നത്, 1-ാമത്തെ ദൂതൻ
ചുവന്ന കുതിര കെട്ടിയ ഒരു രഥത്തിൽ വരുന്നൊരു ദൂതനാണ്. അത് ന്യായവിധിക്ക് വേണ്ടിയാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യം വായിച്ചാൽ അവിടെയും കർത്താവായ യേശുക്രിസ്തു ന്യായവിധിയുടെ മുദ്ര അടങ്ങിയ പുസ്തകം, 7 മുദ്രകളടങ്ങിയ പുസ്തകം തുറന്ന് അതിൽ 2ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു ചുവന്ന കുതിരയെ നമ്മൾ കാണുന്നു. അവിടെയും ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്നവന് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുവാനുള്ള അധികാരം ലഭിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രക്തരൂക്ഷിതമായൊരു വിപ്ലവം ലോകത്തിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. മനുഷ്യന് പരസ്പരം കൊല്ലുവാൻ അധികാരം ലഭിക്കുന്ന നിയമം എതിർ ക്രിസ്തു ലോകത്തിൽ കൊണ്ടുവന്ന് അതിഭീകരമായ ദുരന്തം ലോകത്തിൽ അരങ്ങേറാൻ പോകുന്നു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ദൈവം ലോകത്തെ ന്യായം വിധിക്കുന്ന കാലഘട്ടം സഭ സ്വർഗത്തിലാണ് എന്നുള്ളത് കൊണ്ട് ദൈവമക്കൾ സുരക്ഷിതരാണ്. അതിനുശേഷമാണ് ലോകത്തിലെ ന്യായവിധി നടപ്പാക്കുന്നത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ സമാനമായ ന്യായവിധി, സക്കറിയാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെ പറഞ്ഞിരിക്കുന്ന അതേ ന്യായവിധി മറ്റൊരർത്ഥത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ന്യായവിധി നടപ്പാക്കുന്ന ദിവസം എപ്പോഴാണെന്ന് വളരെ വ്യക്തമായി ചരിത്രത്തിൽ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ട്രിബുലേഷൻ എന്ന് പറയുന്ന മഹാപീഡന കാലഘട്ടത്തിലാണ്. ഇനി നമ്മൾ 19-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ വെള്ളക്കുതിരപ്പുറത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ നമ്മൾ വായിക്കുന്ന അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നതും ഞാൻ കണ്ടു, വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. ന്യായവിധിയുടെ കുതിരകൾ പുറത്ത് വരുന്ന കുതിര രഥത്തിൽ വരുന്ന ഒരു ദൂതൻ്റെ പേര് സക്കറിയാ പ്രവചനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 19-11 അവൻ ക്രിസ്തുവാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. 1-ാം അധ്യായം പഠിച്ചാൽ അറിയാം, വിശ്വസ്തനും സത്യവാനുമായ സർവ്വസൃഷ്ടിയുടെയും ആരംഭമായ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സക്കറിയാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ചുവന്ന കുതിരപ്പുറത്ത് വരുന്നത്? അവൻ ന്യായം വിധിക്കാൻ വരുന്നതാണോ? അല്ല. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ നിന്ന് വരെ ന്യായം വിധിക്കാൻ വന്നിട്ടില്ല. അവൻ ജഡധാരണമെടുത്ത് ഈ ലോകത്തിൽ 33 വർഷക്കാലം ജീവിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവാണ്. അവൻ ഇതുവരെയും ന്യായവിധിക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്നിട്ടില്ല. പിന്നെ ഈ കുതിര സൂചിപ്പിക്കുന്ന എന്താണ്? ന്യായവിധി ഏറ്റെടുക്കാൻ വന്ന കർത്താവിനെ നമുക്കത് ഓർപ്പിക്കാം. കർത്താവായ യേശുക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിന്മേൽ മരിക്കുവാൻ വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ വെച്ചിരുന്ന ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി എന്നുള്ള ദൈവത്തിൻ്റെ നിയമം മരിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. ആരൊക്കെ മരിച്ചാലും അവർക്ക് ന്യായവിധി ഉണ്ട് എന്നുള്ളത് ദൈവം ഉറപ്പാക്കിയിട്ടിരിക്കുന്ന വസ്തുതയാണ്. ആ ന്യായവിധിയിൽ നമ്മളെ വിടുവിക്കുവാനാണ് കർത്താവ് ലോകത്തിൽ വന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ സാധിച്ചത് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ജീവപര്യന്തം മരണഭീതികളാൽ അടിമകളായിരുന്നവരെ അവൻ വിടുവിച്ചു എന്നുള്ളതാണ്. ഇന്ന് രാത്രി എൻ്റെ പ്രിയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവം എത്രമാത്രം അത്ഭുതകരമായി നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തിയ ഒരു വ്യക്തിയാണ്. ഇന്ന് പാപപരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ധാരാളം പ്രക്രിയകളുണ്ട്. അതൊന്നും പാപപരിഹാരത്തിനുള്ള വഴിയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതമായ യഹൂദമതം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാമെന്ന് വിചാരിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ല. മനുഷ്യൻ്റെ പുണ്യപ്രവൃത്തികളോ നേർച്ചകാഴ്ചകളോ ദാനധർമ്മങ്ങളോ അല്ല അവനെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുന്നത്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ കൊണ്ടെങ്ങനെയാണ് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത്? അതുകൊണ്ട് മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണെങ്കിൽ മരണത്തിനപ്പുറത്തൊരു ന്യായവിധിയുണ്ട്. അപ്പം മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന എന്തെല്ലാം പാപപരിഹാര പ്രക്രിയകളും സമ്പൂർണ്ണ പരാജയമാണെന്ന് അവൻ്റെ മരണം തന്നെ സൂചിപ്പിക്കുകയാണ്. എന്നാൽ മരണത്തിൻ്റെ അപ്പുറത്തുള്ള ന്യായവിധിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്ന ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തു. ബൈബിൾ പഠിപ്പിക്കുന്നത് ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നാണ്. ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവവൈതലിന് സ്വസ്ഥതയും സമാധാനം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട.
അതുകൊണ്ട് ഇവിടെ ചുവന്ന കുതിരപ്പുറത്ത് വരുന്ന പുരുഷൻ വീണ്ടെടുപ്പുകാരനായ പുരുഷനാണ്, ന്യായവിധി ഏറ്റെടുത്ത പുരുഷനാണ്. എന്നാൽ ഇനിയും കർത്താവ് ന്യായം വിധിക്കാൻ അവൻ വരുന്നുണ്ട്. വെള്ളക്കുതിരപ്പുറത്താണ് അവൻ ലോകത്തിലേക്ക് വരുന്നതെങ്കിലും ലോകത്തെ വിധിക്കാനുള്ള ന്യായവിധി പുത്രൻ്റെ കൈവശമാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായം വിധിക്കാനുള്ള അധികാരം പുത്രന് നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് മരിച്ച ഒരു വ്യക്തിയല്ല, അവൻ മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന വ്യക്തിയാണ്. ന്യായവിധിയുടെ അധികാരമുള്ളവനാണ്. നിന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ള ഏക വ്യക്തി ഇന്ന് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കുതിര വീണ്ടെടുപ്പിനെയും ന്യായവിധിയെയും സൂചിപ്പിക്കുന്നുവെന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാം. രണ്ടാമത് നമ്മൾ കാണുന്നത്, അവൻ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ. കർത്താവിനെ നമ്മൾ കാണുന്നത് ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിലാണ്. ഇവിടെ ചോല എന്ന് പറഞ്ഞാൽ താഴ്വരയാണ്. താഴ്വര എന്ന് പറഞ്ഞാൽ പച്ചപ്പുല്ലുകൾ നിറഞ്ഞ താഴ്വര. സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ശാന്തതയുടെ ഒരന്തരീക്ഷമാണ് താഴ്വര സൂചിപ്പിക്കുന്നത്. കുന്നുകളും ഒക്കെ പലപ്പോഴും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മലകൾ അനാക്യ മല്ലന്മാരുടെ കേന്ദ്രങ്ങളായിരുന്നു. എന്നാൽ താഴ്വരകൾ ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും കേന്ദ്രങ്ങളായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ താഴ്വര ഈ കൊഴുന്തുകൾ വളരുന്ന ഒരു താഴ്വരയിലാണ്. ആ ചോല എന്ന് പറയുന്ന താഴ്വരയാണ്. പച്ചപ്പുല്ലുള്ള, സമൃദ്ധമായ മേച്ചിൽ സാധ്യതയുള്ള, സമൃദ്ധമായ അനുഗ്രഹ സാധ്യതയുള്ള, സമൃദ്ധമായ ജലപാനത്തിന് സാധ്യതയുള്ള, സ്വച്ഛമായ മന്ദമാരുതൻ്റെ സാധ്യതയുള്ള ചോലയിൽ നിൽക്കുന്ന പുരുഷൻ. അത് സൂചിപ്പിക്കുന്നത് ക്രിസ്തു വീണ്ടെടുപ്പുകാരൻ മാത്രമല്ല, നമ്മളെ വിലയ്ക്ക് വാങ്ങുന്നവൻ മാത്രമല്ല, നമുക്ക് സമാധാനം നൽകുന്നവനാണ്. 23-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്, യഹോവ എൻ്റെ ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അവൻ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് എന്നെ നടത്തുന്നു, എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. നമ്മുടെ കർത്താവ് പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മളെ കിടത്തുന്നവനാണ്. എത്ര സമാധാനത്തോടെ, എത്ര സ്വസ്ഥതയോടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഒരു ദൈവവേദനെ സംബന്ധിച്ച്, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവവേദനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള സമാധാനം എന്നുള്ളതാണ്. ദൈവത്തോടുള്ള സമാധാനം ലഭിച്ചു കഴിയുമ്പോൾ നമുക്കെല്ലാ മേഖലകളിലും സമാധാനം ലഭിക്കും. ഇവിടെ ഈ ചോലയിൽ നമ്മൾ കാണുന്നത് കൊഴുന്തുകളുടെ ഇടയിൽ. കൊഴുന്തുകൾ എന്ന് പറഞ്ഞാൽ മിർട്ടൽ ട്രീ എന്നുള്ള വാക്കിന് തമിഴിൽ പൂമരുത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വൃക്ഷത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇത് തണൽ നൽകുന്ന വൃക്ഷമാണ്. പച്ചപ്പുൽ തകിടിയുള്ള താഴ്വരയാണെങ്കിലും സൂര്യൻ്റെ ചൂട് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ആ സൂര്യൻ്റെ ചൂടിൽ നിന്ന് അവിടെ വസിക്കുന്നവർക്ക് തണൽ നൽകുന്ന ചെറുമരങ്ങളാണ് ഈ കൊഴുന്തുമരങ്ങൾ. 2, അത് സുഗന്ധം നൽകുന്ന മരങ്ങളാണ്. ഈ കൊഴുന്തുകളുടെ പൂമരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂക്കൾ വളരെ നല്ല മണമുണ്ടാക്കുന്ന വൃക്ഷങ്ങളാണ്. മാത്രമല്ല ഇത് ഔഷധ ഗുണമുള്ളതാണ്. ഇതിൻ്റെ കായ്കളും ഇതിൻ്റെ തൊലിയും ഇതിൻ്റെ വിലയുമൊക്കെ മനുഷ്യൻ്റെ രോഗസൗഖ്യത്തിന് ഉതകുന്നതാണ്. അപ്പോൾ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ സമാധാനം നൽകുന്ന പുരുഷനാണ്, സൗഖ്യം നൽകുന്ന പുരുഷനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവ് നൽകുന്ന സൗഖ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൻ്റെ തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്ന, അവൻ നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. മനുഷ്യൻ്റെ ശാരീരികമായ രോഗങ്ങൾ പ്രകൃതിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടും നമ്മുടെ ശരീരം മണ്ണ് ആയതുകൊണ്ടും നമ്മുടെ ശരീരം പാപമംഗലമായതുകൊണ്ടാണ് ഈ ബലഹീനമായ ശരീരത്തിൽ രോഗങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നത്. അത് വിശുദ്ധനെന്നോ അശുദ്ധനെന്നോ മദ്യപാനിയെന്നോ മദ്യപാനി അല്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ രോഗങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ നല്ലൊരു പറ്റം ആളുകളെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ആന്തരിക സൗഖ്യമില്ലാത്തവർക്കാണ് കൂടുതൽ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ ആന്തരിക സൗഖ്യം എന്ന് പറയുന്നത്, നമ്മുടെ ആത്മാവിനുള്ള ശാന്തത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൗഖ്യം എന്ന് പറയുന്നത് ആന്തരിക സൗഖ്യമാണ്. അവൻ്റെ ഹൃദയത്തിലെ പാപ സ്വഭാവങ്ങൾ മാറി, അവൻ്റെ ചിന്തയിലെ പാപ സ്വഭാവങ്ങൾ മാറി, പാപത്തിൻ്റെ പ്രകൃതിയിൽ നിന്ന്, പാപത്തിൻ്റെ ജീവിതത്തിൽ നിന്ന്, പാപത്തിൻ്റെ രാഗമോഹങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു അനുഭവമുണ്ടല്ലോ, ആ അനുഭവത്തേക്കാൾ വലിയ സമാധാനം ഭൂമിയിൽ മറ്റൊന്നുമില്ല. അങ്ങനെ ജീവിക്കുന്നവർക്ക് പല രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് വൈദ്യശാസ്ത്രം പോലും പറയുന്നത്. എന്നാൽ നമുക്ക് ശരീരത്തിൽ പിന്നെയും രോഗങ്ങൾ ഉണ്ടാകാം. ഇന്ന് രോഗങ്ങൾ വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം
കാലഘട്ടമാണ്. എന്നാൽ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, അവൻ നിൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രോഗം വരുമ്പോൾ ഡോക്ടറെ കാണുകയും ചികിത്സിക്കുകയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എന്നാൽ എല്ലാ രോഗങ്ങൾക്കും വൈദ്യരായ നമ്മുടെ പരമവൈദ്യനായ ക്രിസ്തുവിന് മാത്രമേ നമ്മുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുള്ളൂ. വൈദ്യശാസ്ത്രം ചില ഗുളികകളും മരുന്നുകളും ഒക്കെ നിർദ്ദേശിച്ചു എന്ന് വരാം. എന്നാൽ ആത്യന്തികമായി സൗഖ്യത്തിൻ്റെ ഉറവിടം ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് ഈ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അവൻ സൗഖ്യം നൽകുന്നവനാണ്. മാത്രമല്ല സുഗന്ധം നൽകുന്നവനാണ്. സാധാരണ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ടല്ലോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും സുഗന്ധം. ക്രിസ്തുവിനോടും ചേർന്ന് ജീവിക്കുന്ന, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ദൈവത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം അവനിൽ ദിവ്യ സ്വഭാവം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മളിലെല്ലാം രണ്ട് സ്വഭാവമുണ്ട്. ഒന്ന് നല്ല സ്വഭാവം, വിശുദ്ധിയുടെ നല്ല സ്വഭാവം എല്ലാ മനുഷ്യരിലുമുണ്ട്. എന്നാൽ അപ്പം തന്നെ നമുക്കിഷ്ടമില്ലാത്ത, മറ്റുള്ളവർക്കിഷ്ടമില്ലാത്ത ദുസ്വഭാവങ്ങളും നമ്മളിലുണ്ട്. ആ ദുസ്വഭാവങ്ങളെ മാറ്റി ദിവ്യ സ്വഭാവത്തിന് നമ്മളെ കൂട്ടാളികളാക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ ഇന്ന് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവൻ സൗഖ്യം നൽകുന്ന ദൈവമാണ്, നമുക്ക് സമാധാനം നൽകുന്ന ദൈവമാണ്, നമുക്ക് സുഗന്ധം നമുക്ക് പരത്തുന്ന, നമ്മളെ സുഗന്ധമുള്ളവരാക്കി മാറ്റുന്ന, പ്രകാശമുള്ളവരാക്കി മാറ്റുന്ന വ്യക്തിയാണ്. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് ലോകത്തിൻ്റെ വെളിച്ചമായി തീരുവാനായിട്ട് സാധിക്കും. ഇനി ഈ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, അവനോട് ചുറ്റുമുള്ള ചില ആളുകളെ നമ്മൾ കാണുന്നു. 9-ാം വാക്യം വായിക്കുമ്പോൾ, അവിടെ 8-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം വായിക്കുമ്പോൾ, അവൻ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്നു. അവൻ്റെ പിമ്പിൽ ചുവപ്പും കുരാൾ നിറവും വെണ്മയുമുള്ള കുതിരകളുണ്ടായിരുന്നു. യജമാനനെ, ഇവർ ആരാകുന്നു എന്ന് ചോദിച്ചതിന് എന്നോട് സംസാരിക്കും ദൂതൻ, ഇവർ ആരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ഇവർ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു, സർവ്വഭൂമിയും സ്വസ്ഥമായി വിശ്രമിച്ചിരിക്കുന്നത് കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. ഈ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ആ പുരുഷനെ കൂടാതെ മറ്റൊരു ദൂതനും കൂടെ സെഖര്യാവിനോട് സംസാരിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോവയുടെ ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തുവും അതുപോലെ സെഖര്യാവിന് സന്ദേശം കൈമാറുന്ന മറ്റൊരു ദൂതനുമുണ്ട്. ഈ സെഖര്യാവിന് സന്ദേശം കൈമാറുന്ന ദൂതൻ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന ദൂതനോട്, ഇവൻ ആരാണ്? ഈ ചുവപ്പും അതുപോലെ തന്നെ കുരാൽ നിറവും വെണ്മയുമുള്ള കുതിരകൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അവനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഇവർ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്ന ആളുകളാണ്. യഹോവ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയച്ചിരിക്കുന്ന ആളുകളെന്ന് ഉത്തരം പറയും. എന്താണ് ഇവരുടെ ജോലി? ലോകത്തിലുള്ള ആളുകളെ ശ്രദ്ധിക്കുക. അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു, സർവ്വഭൂമിയും സ്വസ്ഥമായി വിശ്രമിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിനാൽ അയക്കപ്പെടുന്ന ദൂതഗണങ്ങളുടെ ഒരു പ്രത്യേക പ്രവർത്തന വിധങ്ങളാണ് ഈ കുരാൽ നിറമുള്ള, ചുവപ്പ് നിറമുള്ള, ഈ വെണ്മയുള്ള ഈ കുതിരകൾ സൂചിപ്പിക്കുന്നത്. അവയിലൊക്കെ വസിക്കുന്നവർ ദൂതന്മാരാണ്. ദൈവജനത്തെ ദൈവം ഈ ഭൂമിയിൽ സംരക്ഷിക്കുന്നത് ദൂതന്മാരെ കൊണ്ടാണ്. ഇവിടെ ക്രിസ്തുവിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും, നമ്മളെ സംരക്ഷിക്കുന്ന ക്രിസ്തു. എന്താണ് ഈ വെണ്മയുള്ള ഈ കുതിര, അല്ലെങ്കിൽ വെണ്മയുള്ള കുതിരകൾ പുറത്തിരിക്കുന്ന ദൂതന്മാരുടെ ജോലി? നമ്മളെ പാപത്തിൻ്റെ ചെളിക്കുണ്ടുകളിൽ നിന്ന് രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പാപ സ്വഭാവം എന്ന് പറയുന്നത് നമ്മളിൽ എല്ലാവരിലുമുണ്ട്. മാത്രമല്ല പാപം ചെയ്യാനുള്ള സാഹചര്യവും നമുക്ക് ലോകത്തിലുണ്ട്. അതുകൊണ്ട് ദൈവദൂതന്മാരുടെ ഒരു പ്രത്യേകമായ സംരക്ഷണം, പാപസ്വഭാവം നമ്മളിൽ ഉള്ളതുകൊണ്ട് പാപം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ പെട്ടുപോകാതെ, അല്ലെങ്കിൽ നമ്മളെ പെടുത്താതെ. ലൂസിഫറിൻ്റെ ഏറ്റവും വലിയ തന്ത്രമെന്ന് പറയുന്നത് നമ്മളെ പാപത്തിൻ്റെ ചെളിയിൽ കുടുക്കുക എന്നുള്ളതാണ്. കാരണം അവൻ തന്നെ ദൈവത്തിനെതിരായി പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് പിശാച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അരുണോദയപുത്രൻ എന്നറിയപ്പെട്ടിരുന്നവനെ ഇന്ന് പിശാച് എന്ന് ലോകം വിളിക്കുന്നത് അവൻ്റെ പാപത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. അതുകൊണ്ട് അവന് കൃത്യമായിട്ടറിയാം, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഏക കാരണം പാപമാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദവും ഹവ്വയും ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചത് തങ്ങൾ നഗ്നരെന്ന് അവർക്ക് ബോധ്യം വന്നതുകൊണ്ടാണ്. ആ നഗ്നതയെന്ന് പറയുന്ന പാപത്തിൻ്റെ ഒരു ഫീലിംഗാണ്. ആ ദൈവം നൽകിയ വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച്, ദൈവതേജസ്സിൻ്റെ വസ്ത്രം ധരിച്ച് ജീവിച്ച മനുഷ്യന് നഗ്നത കണ്ടപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ അവന് കഴിഞ്ഞില്ല.
അപ്പോൾ ഇന്ന് ലോകത്തിൽ മനുഷ്യനെ വ്യത്യസ്തമായ പാപ സ്വഭാവങ്ങളിൽ പെടുത്തുന്ന, അവനെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് നയിക്കുന്ന പൈശാചിക ശക്തികളുണ്ട്, ലോക സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം ഇന്ന് ലോകത്തിൻ്റെ ആഡംബരവും അതാണ് ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായിട്ടുമില്ല എന്ന് യോഹന്നാൻ പറഞ്ഞു. അത് പ്രകൃതിയെ സ്നേഹിക്കരുതെന്നല്ല, ഭൂമിയെ എന്ന ദൈവം സൃഷ്ടിച്ച മനോഹരമായ ഈ ഭൂമിയെ സ്നേഹിക്കരുതെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ നമ്മൾ സ്നേഹിക്കാൻ പാടില്ല, ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളെ നമ്മൾ സ്നേഹിക്കാനായിട്ട് പാടില്ല, ഈ ലോകത്തിൻ്റെ തെറ്റായ വ്യവസ്ഥിതികളെ നമ്മൾ സ്നേഹിക്കാനായിട്ട് പാടില്ല. അങ്ങനെ നമ്മളെ ചതിയിൽപ്പെടുത്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ലോകത്തിലെ സാധ്യതകളിൽ നിന്ന്, പൈശാചിക ദൂതന്മാരുടെ കയ്യിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നവരാണ് ഈ വെണ്മയുള്ള കുതിരകൾ സഞ്ചരിക്കുന്ന ദൂതന്മാരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത് നമ്മൾ കാണുന്നത് അവിടെ കുരാൽ നിറമാണ്. കുരാൽ നിറമെന്ന് പറഞ്ഞാൽ ഡിസ്ട്രസ്സുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ മാനുഷികമായ സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും നമ്മളെ വളരെ ചുറ്റിക്കുമെന്നുള്ളത് നമുക്കറിയാം. ഈ ഭൂമിയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന സമ്മർദ്ദങ്ങളിൽ നമ്മൾ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട്, നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ലോകത്തിൽ നമുക്ക് ജീവിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികളാണ്. അതെല്ലാം നമ്മൾ അഭിമുഖിച്ചേ പറ്റുള്ളൂ. അവിടെ ദൈവത്തിൻ്റെ കരുതലും സഹായവും നമുക്കുണ്ടാകും. എന്നാൽ നമ്മളെ അസാധാരണമായ നിലയിൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടല്ലാത്ത സമ്മർദ്ദങ്ങളിൽ പെടുത്താൻ കഴിയുന്ന സാധ്യതകൾ ഈ ലോകത്തിലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, കഥകളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് അത്തരം സമ്മർദ്ദങ്ങളിൽ നമ്മളെ പെടാതിരിക്കേണ്ടതിന് കുരാൽ നിറമുള്ള കുതിരകളുടെ പുറത്ത് സഞ്ചരിക്കുന്ന ദൂതന്മാരുടെ സഹായമുണ്ട്. മറ്റൊന്ന് ചുവന്ന കുതിര. ഇവിടെ ന്യായവിധി തന്നെയാണ്. നമുക്ക് വേണ്ടി ന്യായവിധി നടപ്പാക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൂതന്മാരെ നമ്മൾ പഴയ നിയമത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ന്യായവിധി നടപ്പാക്കുന്നത് ദൈവദൂതന്മാരെ കൊണ്ടാണ്. ദൈവദാസന്മാരെ, ദൈവമക്കളെ ഒക്കെ ആക്രമിക്കുന്നവരെ തീർച്ചയായിട്ടും ന്യായം വിധിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അത് നടപ്പാക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുമ്പോൾ അവൻ ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഫലമേൽപ്പിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് തന്നെ ശകാരിച്ചവർക്ക് പകരം ശകാരിച്ചില്ല, തന്നെ തല്ലിയവരെ തിരിച്ചു തല്ലിയില്ല. എന്നിട്ട് അവൻ ന്യായമായി വിധിക്കുന്നവങ്ങൾ കാര്യം ഫലമേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ വിട്ടുകളഞ്ഞെന്നല്ല, ക്ഷമിച്ചു കളഞ്ഞെന്നല്ല. കർത്താവ് പ്രതികരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളോടും പറഞ്ഞിരിക്കുക നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്, നമ്മുടെ ശത്രുക്കളോട് നിരക്കാനാണ്. എന്നാൽ ദൈവം നമ്മളെ ഉപദ്രവിക്കുന്നവരെ, നമ്മളെ പീഡിപ്പിക്കുന്നവരെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ കയ്യിൽ, ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ ഭാരം പരപ്പിക്കുക. നമ്മളെ ദുഷിക്കുന്ന, നമ്മളെ പരിഹസിക്കുന്ന, നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, നമുക്കെതിരെ എപ്പോഴും തെറ്റായ കാര്യങ്ങൾ അതകത്തും പുറത്തും എല്ലാം ഉണ്ടല്ലോ, സഭയ്ക്കകത്തും പുറത്തും എല്ലാം നമുക്ക് എതിർപ്പുകളുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആരൊക്കെയാണെങ്കിലും ശരി, വിശുദ്ധന്മാരായാലും അശുദ്ധന്മാരും ആരായാലും ശരി, ദൈവജനത്തെ അകാരണമായി ഉപദ്രവിക്കുന്നവരെ ആരാണേലും അവരെ ശിക്ഷിക്കാനായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അത് വളരെ വ്യക്തമായി വേദപുസ്തകൻ്റെ ഈ ചെറിയ വിരലൊരുത്തന് ഇടർച്ച വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണമെന്ന് കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞു. കാരണം സ്വർഗത്തിലെ ദൂതന്മാർ, അവൻ്റെ ദൂതന്മാർ പിതാവായ ദൈവത്തിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാധാരണക്കാരായ ഒരു മനുഷ്യന്, ഒരു സാധുവായ മനുഷ്യന് ദൈവത്തെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ അവൻ്റെ കൂടെ നടക്കുന്ന ദൂതന്മാർ ഈ ദൈവത്തെ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ദൂതന്മാരവിടെ എത്തിക്കും. നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവദൂതന്മാർ നമ്മുടെ കൂടെയുണ്ട്. അവർ കൃത്യമായ കാര്യങ്ങൾ ഉണർത്തിക്കും. അതിന് വ്യക്തമായ നടപടിക്രമങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വളരെ സൂക്ഷിച്ച് നമ്മൾ ഈ ലോകത്ത് ജീവിക്കണം. മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹം ഉണ്ടാക്കുന്നൊരു ജീവിതമായിരിക്കണം നമ്മളെക്കുറിച്ച് ഉണ്ടാകേണ്ടത്. മറ്റുള്ളവർക്കൊരു ശാപമായി നമ്മൾ തീരാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ തെറ്റായ വാക്കുകൾ, പ്രവൃത്തികൾ ഒക്കെ കൊണ്ട് വാസ്തവത്തിൽ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരായി തീരുവാനായിട്ട് പാടില്ല. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കാം. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ ഈ ചോലയിലെ കൊഴുന്തുകടകളിൽ നിൽക്കുന്ന ഈ പുരുഷൻ, വീണ്ടെടുപ്പുകാരനായ പുരുഷൻ നമ്മുടെ കൂടെയുണ്ട്. കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതൽ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വം ഏറ്റെടുത്ത് ജീവിക്കാൻ തീരുമാനമെടുത്ത ഒരു ദൈവ പൈതലിനോട് കർത്താവ് പറയുന്ന ഒരു വാഗ്ദത്തമുണ്ട്.
മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അവനെ ഒരു കുടുംബസ്ഥനാക്കി അവരുടെ കരങ്ങളെ ഒരുമിച്ച് യോജിപ്പിച്ച് ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കിയിട്ട് ആ കുടുംബങ്ങളോട് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇന്ന് രാത്രി എൻ്റെ പ്രിയ സഹോദരീസഹോദരന്മാരെ, ദുരിതങ്ങൾ നമുക്കുണ്ട്, പ്രയാസങ്ങൾ നമുക്കുണ്ട്, വേദനകൾ നമുക്കുണ്ട്, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ നമുക്കുണ്ട്. ഇതെല്ലാം അനുഭവിച്ച് മാത്രമേ നമുക്ക് ഈ ലോകത്ത് നിന്ന് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ലോകത്ത് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ആത്മഹത്യ ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ അനേക സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വേദന, വളരെ നിസ്സാരമായ കാര്യങ്ങൾ. എന്താണ്, ജീവിതത്തിലെ ചെറിയ പ്രതിസന്ധികൾ പോലും അഭിമുഖീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ജീവിതത്തിലെ പ്രയാസങ്ങളെ മറ്റൊരാൾ നമ്മളെ പരിഹസിച്ചെന്ന് കരുതി, ഭർത്താവ് പരിഹസിച്ചു, ഭാര്യ പരിഹസിച്ചു, അപ്പനും അമ്മയും പരിഹസിച്ചു. ഇതൊക്കെ മനുഷ്യൻ്റെ സ്വഭാവമാണെന്നേ. മനുഷ്യരെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എന്നേക്കാൾ ഉപരി അപ്പനെയോ അമ്മയോ ഭാര്യയോ സഹോദരനെ സ്നേഹിക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതല്ല. എന്ന് പറഞ്ഞാൽ അപ്പനെ അമ്മയോ സ്നേഹിക്കരുന്നോ, ഭാര്യയെ സ്നേഹിക്കരുന്നോ, സഹോദരങ്ങളെ സ്നേഹിക്കരുന്നോ അല്ലെന്ന് അർത്ഥം. അവരെയൊക്കെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായ ഉപദേശങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. എന്നാൽ എന്നേക്കാൾ ഉപരി ഇവരെയൊക്കെ സ്നേഹിക്കരുത് എന്താ പറഞ്ഞത്? ഇവരെയൊക്കെ സ്നേഹിച്ചാലും ഇവരൊക്കെ നാളെ നമുക്കെതിരെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം, മാതാപിതാക്കളെ നമ്മൾ വളരെ സ്നേഹിക്കുന്നു, അവർ നമുക്കെതിരെ ഒന്നും പറയത്തില്ലെന്നാണ് വിചാരിക്കുന്നത്. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കെതിരായിട്ട് നമ്മൾ നിന്ന് നോക്കി അവരനുഗ്രഹത്തിന് പകരം ശാപം നമ്മുടെ തലയിൽ ചൊല്ലും. ഭാര്യയും ഭർത്താവും കുടുംബജീവിതത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരാണ്. എന്നാൽ എവിടെയെങ്കിലും വീഴ്ച വന്നെങ്കിൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നുള്ളത് നമുക്കറിയാം. മക്കൾ നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്നവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് ഉത്തരവാദിത്തങ്ങൾ എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതും അനുഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊക്കെ ലോകത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? നമ്മുടെ ചുറ്റുപാടുകൾ, ഈ ഭൂമിയിൽ ആരെ നമ്മൾ കണ്ടുമുട്ടിയാലും അവരൊന്നും നമ്മളെ പൂർണ്ണമായി സ്നേഹിക്കാൻ പറ്റുന്നവരല്ല. നമുക്കും ആരെയും പൂർണ്ണമായി സ്നേഹിക്കാൻ പറ്റുകയില്ല. എന്നാൽ പൂർണ്ണമായി സ്നേഹിക്കാൻ പറ്റുന്ന, നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് ഭർത്താവ് ഉപേക്ഷിച്ചെന്ന് കരുതി, ഭാര്യ ഉപേക്ഷിച്ചെന്ന് കരുതി, അപ്പനും അമ്മയെ ഉപേക്ഷിച്ചെന്ന് കരുതി, മറ്റുള്ളവർ നമ്മളെ വെറുത്തെന്ന് കരുതി, സമൂഹം നമ്മളെ തള്ളിപ്പറഞ്ഞെന്ന് കരുതി നിങ്ങളാരും ഭാരപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളെ സ്നേഹിക്കുന്നൊരു കർത്താവാണ്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കൂടിയാണ് അവൻ ക്രൂശിൽ മരിച്ചത്. നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ പരിപാടി. ഈ ഭൂമിയിലെ നശിച്ച ജീവിതത്തിൽ നിന്ന് ദൈവത്തോട് ചേർന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവരാജ്യത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോട് അനുരൂപമായി നിങ്ങളെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിൻ്റെ തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ആദാമ്യ സ്വരൂപത്തിലാണ് ജീവിക്കുന്നത്, ആദാമ്യ പ്രകൃതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, ആദാമ്യ പാപത്തിൻ്റെ പരിണിതഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തോട് അനുരൂപമായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് അനുരൂപമായി നമ്മളെ രൂപാന്തരപ്പെടുത്തി നമ്മൾ കർത്താവിനോട് ചേർന്ന് നിത്യത മുഴുവൻ ജീവിക്കാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം വായിക്കുന്നത്, ഇതാ കൂടെയുള്ള ദൈവത്തിൻ്റെ കൂടാരം. ഇനി അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. ഇനി മരണമുണ്ടാകില്ല, ഒരു ശാപവും ഉണ്ടാകത്തില്ല. ശാപവും കയ്പും ഇല്ലാത്ത, ദുരന്തങ്ങളില്ലാത്ത ആ സ്വർഗീയ നാടാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിച്ച്. വെളിപ്പാട് പുസ്തകം 21-22 അധ്യായത്തിൽ നമ്മൾ 21-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഈ ഭൂമി അവസാനിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഈ ആകാശം അവസാനിച്ചു കഴിഞ്ഞു. നമ്മുടെ ദൃഷ്ടിയിൽ ഇന്നും അവസാനിച്ചിട്ടില്ല. കാരണം ശാസ്ത്രം പോലും പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മളൊക്കെ ഒരു ദശലക്ഷക്കണക്കിന് മൈലപ്പുറത്തുള്ള ഒരു ഗ്രഹത്തിൽ തന്നെ എത്തണമെങ്കിൽ ചിലപ്പോൾ വലിയ നൂറ്റാണ്ടുകൾ അടുത്തെന്ന് വരും, ലക്ഷക്കണക്കിന് വർഷങ്ങൾ തന്നെ എടുത്തെന്ന് വരും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇതെല്ലാം സംഭവിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ സംഭവിച്ചിട്ടില്ല എന്ന് കരുതി നമ്മൾ നിരാശപ്പെടേണ്ട. ആ കർത്താവ് മടങ്ങി വരാൻ പോകുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു എന്നാണ് യോഹന്നാൻ പറയുന്നത്. ദൈവത്തോടുകൂടെ നമ്മൾ ജീവിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. പുതിയ യെരൂശലേം എന്ന നഗരം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അവ കർത്താവിനോട് ചേർന്ന് ജീവിക്കാനുള്ള ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. അതുകൊണ്ട് ആ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.